നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സാധാരണക്കാരന്റെ പെൻഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്രമേൽ സുരക്ഷിതമായ ഒരു സമ്പാദ്യ പദ്ധതിയെക്കുറിച്ചാണ്. പോസ്റ്റ് ഓഫീസ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF. 2026 നമ്മൾ നിൽക്കുമ്പോൾ ജീവിത ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഭാവിയിലേക്ക് ഒരു വലിയ തുക കരുതി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന ഒന്നാണിത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? പലിശ എത്ര കിട്ടും? നികുതി ലാഭിക്കാൻ ഇത് എങ്ങനെ സഹായിക്കും? ഈ കാര്യങ്ങളെല്ലാം വളരെ ലളിതമായി തന്നെ ഞാൻ പറയാം. ആദ്യമേ പറയട്ടെ, PPF എന്നത് ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ്. അതായത് കുറഞ്ഞത് 15 വർഷം പണം നിക്ഷേപിക്കണം. കേൾക്കുമ്പോൾ 15 വർഷം എന്നത് വലിയൊരു കാലമായി തോന്നാം. പക്ഷേ മക്കളുടെ കല്യാണം, പഠനം അല്ലെങ്കിൽ നമ്മുടെ തന്നെ റിട്ടയർമെന്റ് കാലം എന്നിവ മുന്നിൽ കാണുന്നവർക്ക് ഇതിലും മികച്ചൊരു പദ്ധതി വേറെയില്ല. ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണത്തിന് 100% സുരക്ഷയുണ്ട്. ആർക്കൊക്കെ ഇതിൽ അക്കൗണ്ട് തുടങ്ങാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യക്കാരനായ ഏതൊരു പൗരനും PPF അക്കൗണ്ട് തുടങ്ങാം. ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ പാടുള്ളൂ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ അച്ഛനമ്മമാർക്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. പക്ഷേ ജോയിന്റ് അക്കൗണ്ട് എടുക്കാൻ ഇതിൽ സാധിക്കില്ല. NRI വിഭാഗത്തിലുള്ളവർക്ക് പുതിയതായി അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ലെങ്കിലും നേരത്തെ തുടങ്ങിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കാലാവധി വരെ തുടരാൻ സാധിക്കും. എത്ര രൂപ മുതൽ നിക്ഷേപിക്കാം എന്നിനി പറയാം. വർഷത്തിൽ വെറും 500 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് നിലനിർത്താം. പരമാവധി 1.5 ലക്ഷം രൂപ വരെ ഒരു സാമ്പത്തിക വർഷം നിക്ഷേപിക്കാം. ഈ തുക ഒറ്റത്തവണയായോ അല്ലെങ്കിൽ മാസത്തവണകളായോ അടയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ പണമുള്ളപ്പോൾ മാത്രം അടച്ചാൽ മതി എന്ന വലിയൊരു ഗുണവും ഇതിനുണ്ട്. ഇനി ഏതെങ്കിലും വർഷം പണം അടയ്ക്കാൻ മറന്നു പോയാൽ പേടിക്കേണ്ട, വെറും 50 രൂപ പിഴയടച്ച് അക്കൗണ്ട് പുതുക്കാവുന്നതാണ്. ഇനി എല്ലാവരും അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു കാര്യം പറയാം. നിലവിൽ 7.1% പലിശയാണ് സർക്കാർ നൽകുന്നത്. ബാങ്ക് FDയേക്കാൾ ഇത് ലാഭകരമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ കോമ്പൗണ്ടിങ് അഥവാ കൂട്ടുപലിശയുടെ ഗുണം ലഭിക്കുന്നു എന്നതാണ്. അതായത് നിങ്ങൾ ഈ വർഷം അടയ്ക്കുന്ന പണത്തിന്റെ പലിശ അടുത്ത വർഷം മുതലുള്ള നിക്ഷേപ തുകയോട് ചേർക്കും. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ പലിശയ്ക്ക് പലിശ കിട്ടി നിങ്ങളുടെ പണം വലിയൊരു തുകയായി മാറും. ഒരു ചെറിയ കണക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ മാസം 5000 രൂപ വീതം വർഷം 60,000 രൂപ ഈ പദ്ധതിയിൽ അടയ്ക്കുന്നു എന്ന് കരുതുക. 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആകെ അടയ്ക്കുന്നത് 9 ലക്ഷം രൂപയായിരിക്കും. എന്നാൽ കാലാവധി കഴിഞ്ഞ് പണം തിരികെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 16 ലക്ഷത്തിലധികം രൂപ ലഭിക്കും. അതായത് 7 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് പലിശയായി മാത്രം കിട്ടും. ഇനി ഇത് 15 വർഷം കഴിഞ്ഞ് 5 വർഷത്തേക്ക് കൂടി നീട്ടുകയാണെങ്കിൽ തുക ഇരട്ടിയായി വർദ്ധിക്കും. PPFന്റെ ഏറ്റവും വലിയ ആകർഷണം ഇതിന്റെ നികുതി ഇളവുകളാണ്. ഇതിനെ EE കാറ്റഗറി എന്നാണ് വിളിക്കുന്നത്. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സെക്ഷൻ 80C പ്രകാരം ആദായ നികുതി ഇളവ് ലഭിക്കും. രണ്ടാമതായി ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് 1 രൂപ പോലും നികുതി കൊടുക്കേണ്ടതില്ല. മൂന്നാമതായി കാലാവധി കഴിഞ്ഞ് നിങ്ങൾ പിൻവലിക്കുന്ന മുഴുവൻ തുകയും നികുതി വിമുക്തമാണ്. ചുരുക്കത്തിൽ സർക്കാർ നിങ്ങൾക്ക് തരുന്ന ലാഭത്തിന് ഒന്നും തിരികെ എടുക്കുന്നില്ല. പലർക്കും ഒരു പേടിയുണ്ട്, 15 വർഷം പണം ലോക്കാകില്ലേ എന്ന്. ഇതിൽ പണം പിൻവലിക്കാനും വായ്പ എടുക്കാനും സൗകര്യമുണ്ട്. അക്കൗണ്ട് തുടങ്ങി 3 വർഷം മുതൽ നിങ്ങൾക്ക് നിക്ഷേപ തുകയുടെ മേൽ ലോൺ എടുക്കാം. വളരെ കുറഞ്ഞ പലിശയിൽ ഈ വായ്പ ലഭിക്കും. അതുപോലെ 7-ാം വർഷം മുതൽ നിങ്ങൾക്ക് പണം ഭാഗികമായി പിൻവലിക്കാനും സാധിക്കും. പെട്ടെന്നൊരു ചികിത്സയ്ക്കോ മക്കളുടെ പഠനത്തിനോ പണം വേണമെങ്കിൽ ഈ സൗകര്യം ഉപയോഗിക്കാം. ഇനി 15 വർഷം കഴിഞ്ഞാൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഒന്ന്, മുഴുവൻ പണവും പലിശയും സഹിതം വാങ്ങി അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. 2, അക്കൗണ്ട് വീണ്ടും 5 വർഷത്തേക്ക് കൂടി നീട്ടാം. ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും 5 വർഷം വീതം നീട്ടിക്കൊണ്ടു പോകാം. പണം അടച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുതിയ നിക്ഷേപം നടത്താതെയോ അക്കൗണ്ട് നീട്ടാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അക്കൗണ്ട് തുടങ്ങാൻ എന്തൊക്കെ വേണം എന്നിനി പറയാം. നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ അംഗീകൃത ബാങ്കുകളിലോ പോവുക. ആധാർ കാർഡ്, പാൻ കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് പ്രധാന രേഖകൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു നോമിനിയെ വെക്കാൻ മറക്കരുത്. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ഈ പണം ആർക്ക് കിട്ടണം എന്നത് രേഖപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പലിശ കണക്കാക്കുന്ന രീതിയാണ്. ഓരോ മാസവും 5-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ബാലൻസ് തുകയ്ക്കാണ് പലിശ കണക്കാക്കുന്നത്. അതുകൊണ്ട് പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി നിക്ഷേപിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ആ മാസത്തെ പലിശ കൂടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, സ്വകാര്യ ബാങ്കുകളിൽ ഇതിലും കൂടുതൽ പലിശ കിട്ടുന്ന പദ്ധതികൾ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഓർക്കുക, ഷെയർ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ റിസ്ക് കൂടുതലാണ്. എന്നാൽ PPF അങ്ങനെയല്ല. രാജ്യം എത്ര സാമ്പത്തിക പ്രതിസന്ധിയിലായാലും നിങ്ങളുടെ പണത്തിന് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. കോടതി ഉത്തരവിലൂടെ പോലും PPF അക്കൗണ്ടിലെ പണം കണ്ടുകെട്ടാൻ സാധിക്കില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ നിയമസുരക്ഷ. 2026 പുതിയ നിയമങ്ങൾ പ്രകാരം PPF അക്കൗണ്ടുകൾ ഇപ്പോൾ ഓൺലൈനായി മാനേജ് ചെയ്യാം. പോസ്റ്റ് ഓഫീസ് IPB ആപ്പ് വഴി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പണം അടയ്ക്കാം. ബാലൻസും പരിശോധിക്കാൻ സാധിക്കും. പണ്ട് പോസ്റ്റ് ഓഫീസിൽ ക്യൂ നിന്നിരുന്ന അവസ്ഥ ഇപ്പോൾ ഇല്ല. എല്ലാം വിരൽ തുമ്പിൽ തന്നെയുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിലും ശമ്പളക്കാരിയാണെങ്കിലും സ്വന്തമായി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും മാസം ഒരു ചെറിയ തുക PPFലേക്ക് മാറ്റിവെക്കാൻ ശീലിക്കുക.
കാലം കഴിയുമ്പോൾ അതൊരു വലിയ തണലായി മാറും. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ഉന്നത പഠനത്തിന് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല. സർക്കാർ നിശ്ചയിക്കുന്ന പലിശ നിരക്കുകളിൽ ഓരോ 3 മാസത്തിലും ചെറിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് നിക്ഷേപം തുടങ്ങുന്നതിന് മുൻപ് പോസ്റ്റ് ഓഫീസിൽ പോയി നിലവിലെ നിരക്ക് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ നാട്ടിലെ പ്രവാസികൾക്കും സാധാരണക്കാർക്കും ഈ വിവരം ഷെയർ ചെയ്ത് നൽകുക. അവർക്കും ഇതൊരു ഉപകാരമാവട്ടെ.